അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പഴംപൊരിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നല്ല ചൂട് ചായയും 2-3 പഴംപൊരിയും കൂടെ തിന്നാം. ആഹാ, എന്താ സുഖമല്ലേ, അതും മഴക്കാലത്ത്. ആഹാ, ഒന്നും പറയാനില്ല. അതാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് മൈദയും കുറച്ച് ഗോതമ്പുമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, ആ കട്ടി വരുന്ന ഒരു രീതിയിൽ കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗായ്സ് നമ്മൾ മിക്സ് ചെയ്ത ഈ ഒരു പരുവത്തിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു പഴത്തിനെ ആ ഒരു ബാറ്ററിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മറിച്ച് തിരിച്ചൊക്കെ വെച്ചിട്ട് ആ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ഇച്ചിരി ഇങ്ങനെ ഇട്ട് നോക്കണം, കാരണം എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടി. അല്ലാതെ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് നന്നായിട്ട് പൊരിഞ്ഞ് വരില്ല. ഓക്കെ, നമ്മളിങ്ങനെ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചൊക്കെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ പഴുത്തല്ല, കുറച്ച് പഴുത്തതാണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് വരും. നമ്മൾ നല്ല പഴുത്ത് പോയി, തൊലിയെല്ലാം നല്ല കറുത്ത് അങ്ങനെ ആയിപ്പോയി. നമ്മളിങ്ങനെ കോരി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് സാധനം. നമ്മളിങ്ങനെ കോരി എടുക്കും. രണ്ടിങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്ന ട്വിൻസ് പോലെ. വയസ്സ് നമ്മൾ ഈവനിങ് ടൈമായി ഗൈസ്. നമ്മൾ കുറച്ച് മഴ പെയ്തു, എന്നിട്ട് നമ്മൾ തുണിയെടുത്ത് അകത്ത് വെച്ചു. നമ്മൾ തുണിയെടുത്ത് ആ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മഴ തീർന്നു. അങ്ങനെയാണല്ലേ, എപ്പോഴും മഴ കുറച്ചിങ്ങനെ തൂറ്റും, നമ്മളിങ്ങനെ തുണി എടുക്കുമ്പോൾ മഴയും പോകും. അങ്ങനെയാണ് പരിപാടി. സോ നമ്മളെ കൃഷി നമ്മളിങ്ങനെ വെളിയിൽ, നമ്മൾ താഴത്തെ ക്വാർട്ടറായിട്ട് നമ്മൾ വെളിയിൽ നിറയെ ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. ഒരു ഗാർഡൻ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ല വാഴയുണ്ട്, മുളകുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. പിന്നെ ഒരു പേരമരം ഉണ്ട്, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടോ ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. പിന്നെ ചെറിയ തൈ ഉണ്ട് കരിവേപ്പിലയുടെ. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. 3 വാഴയാണ് നമുക്കുള്ളത്. പിന്നെ റോസയുണ്ട്, വെള്ള റോസയുണ്ട്, മറ്റേ ചുവപ്പ് റോസയുണ്ട്. അങ്ങനെയാണ് പരിപാടി. പിന്നെ നമുക്ക് റോസ്മേരി ഉണ്ട്, അതാണ് ഇങ്ങനെ മുള്ളുമുള്ളങ്ങനെ നമ്മളെന്ത് നിൽക്കുന്നില്ല, അതാണ്. ഓക്കെ, അതാണ് പരിപാടി. നമ്മൾ ചുവപ്പ് റോസ നമ്മൾ വാങ്ങണ്ട. മഴ പെയ്തിട്ട് ഇലയുടെ പുറത്ത് വെള്ളം ഇങ്ങനെ തുളിയായിരിക്കുന്നത്. അങ്ങനെയാണ് പരിപാടി. മൊട്ട് നിറയെ വന്നിട്ടുണ്ട് ഗൈസ്. നല്ല സൂപ്പറായിരിക്കും, നല്ല മഴയത്ത് നല്ല ഭംഗിയായിരിക്കും ഗൈസ് കാണാൻ. ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയ വീഡിയോ ആണ്. സോ നമ്മളൊരു ഈവനിങ് റൊട്ടീനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.